നന്മയുള്ളവരെക്കുറിച്ച് നാലാളോട് പറയുന്നതിൽ ഒരു പ്രയാസവും വേണ്ട. തൻ്റെ നിലപാടിലുറച്ച് ദിവ്യ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസം കെ രാഗേഷിനെ കുറിച്ച് പുകഴ്ത്തി പോസ്റ്റ് ഇട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഒട്ടനവധി വിമർശനങ്ങളും എന്നാൽ അതിനെ സപ്പോർട്ട് ചെയ്തും പലരും പലതരത്തിലുള്ള നേരിട്ടും അല്ലാതെയും വിമർശിച്ചു, പോസ്റ്റുകളിലൂടെയൊക്കെ വിമർശിച്ചതും നമ്മൾ കണ്ടതാണ്. എന്താണ് സാർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? അപ്പൊ നല്ല നല്ല കാര്യമല്ലേ. ഇപ്പൊ നല്ല കാര്യങ്ങൾ നമ്മൾ ഒരാളിനെ പറ്റി പറയുന്നതിനകത്ത് ശരികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സ്ഥിരമായിട്ട് ഇവർ പറയുന്ന മൊത്തവും ഈ പറയുന്നത് പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ പറ്റി ആകുന്നതിനകത്തൊരു വ്യാകുലതയായി ഇപ്പൊ കോൺഗ്രസിനുള്ളത്. ഇതിനു മുമ്പ് മുഖ്യമന്ത്രിയെ പറ്റി പറഞ്ഞു, ഇപ്പൊ രാജേഷിനെ പറ്റി പറയുന്നു, അതിനു മുമ്പ് രാധാകൃഷ്ണനെ പറ്റി പറയുന്നു. ഒരുപക്ഷെ അപ്പൊ അങ്ങനെ നിരന്തരമായിട്ട് പറയുമ്പോൾ മറ്റേതിനകത്ത് ഇങ്ങനെ നന്മയുള്ള ഒരാളും ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഒരുപക്ഷെ പുതിയനം ചോദിച്ചാലോ എന്നുള്ളത് വെച്ചായിരിക്കും ഈ ആശങ്കപ്പെട്ട് കരുണാകരന്റെ മകനായിട്ടുള്ള മുരളീധരനൊക്കെ ഇന്നലെ വെളിയിൽ വന്നിട്ടുള്ളത്. പക്ഷെ ഇതിനകത്ത് പല ആക്ഷേപങ്ങളാ വരുന്നത്. അങ്ങനെ അത് ശരിയാവത്തില്ല, ഇത് ശരിയാവത്തില്ല, ചേച്ചി ശബരിനാഥന്റെ ഭാര്യയല്ലേ അദ്ദേഹം. ശബരിനാഥന്റെ അച്ഛൻ ആരാന്നറിയുമോ? പഴയ പാരമ്പര്യമുള്ള കോൺഗ്രസ്സുകാരനാണ്, പലവട്ടം മന്ത്രിയായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്, സ്പീക്കറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ഇങ്ങനെയൊക്കെ പറയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് കഴിച്ചിട്ട് ഉപ്പാനും വെള്ളം മരിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ള രീതിയാണ് യൂത്ത് കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഇപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട നേതാവാണ് ശബരിനാഥനൊക്കെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ ആ പോസ്റ്റ് ഇനി വരുന്നതിന് വേണ്ടി ഏറ്റവും പണി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും, എന്നാൽ എങ്ങനെ പറയാതിരിക്കും എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. മുരളീധരൻ ഈ പണി ഒപ്പിച്ചു വെച്ചതെന്ന് പറഞ്ഞാൽ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരണം. അപ്പൊ അതിന് തീരുമാനം എടുക്കുന്നതിന് ഈ ഏറ്റവും അടുപ്പോൾ അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ആളായിട്ട് ഇപ്പം DCC പ്രസിഡന്റായിട്ടൊക്കെ വരാൻ ശബരിനാഥൻ വരാൻ സാധ്യതയുണ്ട്. ശബരിനാഥന് ഈ മുരളീധരനെ അവിടെ കയറ്റുന്നതിനുള്ള വലിയ താല്പര്യം. അപ്പൊ ഇയാൾക്കിട്ടൊരു പണി കൊടുത്തിട്ട് ഒരുപക്ഷെ DCC പ്രസിഡന്റ് സ്ഥാനമൊക്കെ മാറ്റി അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ പുള്ളിയുടെ ഒരു തീരുമാനത്തിനകത്ത് വരത്തില്ലല്ലോ. ശബരിനാഥനോട് തീരുമാനം ചോദിക്കുന്ന വരത്തില്ല. മുരളീധരൻ എന്ന സീറ്റ് തിരുവനന്തപുരത്ത് സീറ്റുകൾ മത്സരിക്കുമ്പോൾ DCC പ്രസിഡന്റ് ആണെങ്കിൽ ഏതൊക്കെ സീറ്റുകൾ ആരൊക്കെ വേണമെന്ന് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് പപ്പു പറഞ്ഞേക്കുന്ന DCC പ്രസിഡന്റ് മൊത്തം തീരുമാനിക്കുന്നത്. ആദ്യത്തെ അഭിപ്രായം പുള്ളിയുടേതായിട്ട് വരുമല്ലോ എന്നുള്ള രീതി. അപ്പൊ അതാണ് അയാളുടെ ഒരു രാഷ്ട്രീയം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന സ്ത്രീ കൃത്യമായിട്ട് അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടി കളിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് കെ രാഗേഷിനോടുള്ള പ്രേമവും അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയോടുള്ള സ്നേഹവും രാധാകൃഷ്ണനെ നേരത്തെ കെട്ടിപ്പിടിച്ചതുമൊക്കെ ആ ആൾക്കാരുടെ വലിപ്പം അനുസരിച്ച് ഇവർ കളക്ടറും ഒക്കെ ആകുമ്പോൾ ഇത് വലിയ ഒരു രീതിയിൽ ചർച്ചയാകുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനകത്ത് എത്ര ശരിയുണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതുവരെ നമ്മൾ തമാശ രൂപമാണ്, എത്ര ശരിയുണ്ടെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇവർക്ക് വ്യക്തിപരമായിട്ട് കെ രാഗേഷിനോട് താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടപ്പോൾ അഭിമാനവും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ ഉണ്ടാവും. അത് അവരൊരു ഈ പോസ്റ്റിൽ ഇരിക്കുമ്പോൾ, കളക്ടറായിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അല്ലെങ്കിൽ ആ ചെയ്യുന്നതിനകത്ത് ശരി തെറ്റുകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കണം. ഞാൻ പരിശോധിച്ചപ്പോൾ നേരത്തെ ഇവർ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ അറിവനുസരിച്ചാണെങ്കിൽ ഇവർ രാധാകൃഷ്ണനെ കെട്ടിപ്പിടിച്ചതും ഔദ്യോഗികമായിട്ട് തെറ്റ് തന്നെയാണ്. അത് പ്രോട്ടോകോൾ ലംഘനം അതിനകത്തുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന കാര്യവും അല്ലെങ്കിൽ കളക്ടറായിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടിരിക്കുന്ന ആളിനെ പ്രത്യേകിച്ച് എടുത്ത് പരിഗണന കൊടുത്ത് സംസാരിക്കേണ്ട രീതിയൊന്നുമില്ല. അവരെ ഒരുപക്ഷെ കണ്ടതിനകത്ത് ഈ പറയുന്ന രാജേഷ് എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നിക്കാണും, അല്ലെ രാധാകൃഷ്ണൻ തോന്നിക്കാണും, മുഖ്യമന്ത്രി തോന്നിക്കാണും, ഇടതുപക്ഷ പാർട്ടികൾക്ക് തോന്നിക്കാണും. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ അവരൊരു ഔദ്യോഗിക പദവി വഹിക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി സാധ്യമാകുന്ന ഒരവസ്ഥയില്ല. അത് ഡിപ്പാർട്ട്മെന്റിനകത്ത് നിന്ന് പണിഷ്മെന്റ് വാങ്ങിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പം ഇതിനകത്ത് അവർക്ക് പണിഷ്മെന്റ് മേടിക്കാത്ത ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള രാജേഷിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതും ഒക്കെ കൊണ്ടാണ്. അപ്പൊ ഇവരൊക്കെ വലിയ വലിപ്പത്തിലുള്ള ആൾക്കാർ ആണെന്ന് കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ തന്നെ പറയുന്ന ഒരവസ്ഥ വരുമ്പോൾ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ മാർക്സിസ്റ്റ് പാർട്ടിയെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ള ആശങ്കയാണ് ഇപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുള്ളത്, അതിന്റെ യൂത്ത് വിഭാഗത്തിനകത്തുള്ളത്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനകത്തുള്ളത്. ഇന്നലെ എനിക്ക് RYF എന്ന് പറയുന്ന ഏതാണ്ട് ഒരു ചെറിയൊരു സംവിധാനം ഈ UDF-ന്റെ കൂടെ ഉണ്ട്. അവരുടെ ഏതാണ്ട് ദേശീയ പ്രസിഡന്റോ സംസ്ഥാന പ്രസിഡന്റോ എങ്ങാണ്ട് ഈ പറഞ്ഞ
ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ദിവ്യയുടെ ആ കെ രാഗേഷുമായിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രേമം, ആ സ്നേഹം, ആ ആദരവ്, ആ വലിയ വലുപ്പത്തിൽ ഒരു നന്മയെന്ന് പറഞ്ഞതിന്റെ കെയർ ഓഫിൽ വിളിച്ചു പറയുന്നതിനകത്ത് നിരന്തരമായിട്ട് ഈ ഉദ്യോഗസ്ഥ കളക്ടറായിട്ടിരിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ പറയുന്ന ഔദ്യോഗിക പദവികൾ വഹിക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി വ്യക്തത വരുത്തുന്നതിന് വേണ്ടി എനിക്ക് സാധിക്കത്തില്ല. ഏതായാലും എപ്പോഴും മാധ്യമങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എപ്പോഴും ക്ലിയർ ചെയ്യുന്നതിനും ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ക്ലിയർ ചെയ്യുമ്പോൾ അവരുടെ ഭാഗം സുരക്ഷിതമായിട്ട് പിടിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റു ചില ആൾക്കാർ വേറെ പല രീതിയിലും ഈ പറയുന്ന രാഷ്ട്രീയക്കാർ ഉള്ളവർ അല്ലെങ്കിൽ ഭരണത്തിൽ ഇരിക്കുന്നവരുടെ കാൽ പിടിക്കുമ്പോൾ അവരെ സോപ്പിടുമ്പോൾ, മുരളീധരൻ പറഞ്ഞ ഭാഷ സോപ്പിടുമ്പോൾ, ഇവർ വേറെ ഒരു രീതിയിൽ അവരുടെ ഭാഗമായിട്ട് ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ, എന്നാൽ മനസ്സിലാവുന്ന രീതിയിൽ അവരാണ് ശരി, അവർ തന്നെയാണ് ശരി, അവരുടെ ഭാഗമാണെന്ന് ശരി എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അതൊരു ഉദ്യോഗസ്ഥയ്ക്ക് എത്രത്തോളം നല്ലതാണ് എന്നതിനെ പറ്റി നമ്മൾക്കറിയത്തില്ല. മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ രഹസ്യമായിട്ട് ചെയ്യുന്ന പണി ഇവർ വളരെ ബുദ്ധിപരമായിട്ട് അവർക്ക് അവരുടെ വലിപ്പം അല്ലെങ്കിൽ അവരുടെ പേരും അവരുടെ സ്റ്റാറ്റസും കൂടി വലിപ്പത്തിൽ വരത്തക്ക രീതിയിൽ ഇവരെ സുഖിപ്പിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാഷ്ട്രീയക്കാരെ സൂചിപ്പിക്കുമ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വലിയ രാഷ്ട്രീയക്കാർക്ക് കൂടി ഇഷ്ടപ്പെടും. കാരണം രാധാകൃഷ്ണനെ വലിയ ആളായിട്ട് ചിത്രീകരിക്കുകയാണ് ഒരു കളക്ടർ, അല്ലെങ്കിൽ എത്രയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർ, അല്ലെങ്കിൽ കെ രാജനെ വലിയ വലുപ്പത്തിൽ ചിത്രീകരിക്കുകയാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വലിയ വലുപ്പത്തിൽ ചിത്രീകരിക്കുകയാണ്. ഇതുകൊണ്ട് അവർക്കുണ്ടാകുന്ന വളർച്ചയും അല്ലെങ്കിൽ ഉയർച്ചയും ഗുണവും വലുതാണ്. അതുകൊണ്ട് ഇവരോടുള്ള കമ്മിറ്റ്മെന്റ് അവർക്കുണ്ടാവുന്നതും വലുതാണ്. ഇവരോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ പറയുന്ന ഒരാളാണെന്നുള്ള ഈ കാര്യം കൊണ്ട് ഇവർക്ക് കിട്ടുന്ന പ്ലേസ്മെന്റും അല്ലെങ്കിൽ ഉയർച്ചയും ഒക്കെ വലുതാവും. എല്ലാ രീതിയിലും ദിവ്യ എസ് അയ്യർ അവരുടെ വലിപ്പം അല്ലെങ്കിൽ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസും അല്ലെങ്കിൽ അവർക്കുടെ ഉദ്യോഗസ്ഥയായിട്ടിരിക്കുന്നതിനകത്ത് സുരക്ഷിതത്വം ഒക്കെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ബുദ്ധിമതിയായിട്ടുള്ള ഒരു ആളായിട്ടാണ് എനിക്ക് കാണുവാൻ സാധിക്കുന്നത്. പാവം പിടിച്ച കെ മുരളീധരൻ നിലനിൽപ്പിന് വേണ്ടി അവസാന കളികളുടെ കൂട്ടത്തിൽ ഒരു കളി കളിച്ചെന്നേ ഉള്ളൂ. കാരണം ഇത് ചർച്ചയാവണം. ഇതിനകത്ത് നിന്ന് ഒരു പണി ശബരിനാഥന് കിട്ടിയാൽ എളുപ്പത്തിൽ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കാൻ തലപ്പെടുത്തി എടുക്കാം. കാരണം സുരക്ഷിതമായിട്ട് സീറ്റ് ഇല്ലാതെ അലയുന്ന ഒരു മുൻ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ആളിനെയാണ് നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. മുരളീധരന്റെ അവസ്ഥ ഇപ്പൊ ഗതികിട്ട പ്രേതത്തിന്റെ അവസ്ഥയാണ്. അതിനകത്തുനിന്ന് ഒരു വിടുതൽ വരുത്തുന്നതിന് വേണ്ടി അവസാനം ഈ പ്രേതങ്ങളുടെ കുഴപ്പം അതിലേക്ക് അറിയാൻ എവിടെയും ചെന്ന് ഇവർ പ്രശ്നം ഉണ്ടാക്കും. ഒരിക്കലും ശാന്തിയും സമാധാനം അല്ലെങ്കിൽ പ്രേതങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എല്ലായിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് പ്രേതങ്ങളുടെ പണി. അപ്പൊ ഈ ഒരു റോളാണ് ഇപ്പൊ കെ മുരളീധരനുള്ളത്. പ്രേതത്തിന്റെ അവസ്ഥയാണ്. എവിടെയും ഒന്ന് പിടിച്ചു കെട്ടുന്നിടം വരെ അല്ലെങ്കിൽ ഇരിക്കുന്നിടം വരെ ഇരുത്തുന്നിടം വരെ പുള്ളി ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം ഇപ്പൊ ഒരു കാര്യം കിട്ടി. അത് ദിവ്യ എസ് അയ്യറുടെ കെയർ ഓഫിൽ ഈ ശബരിനാഥനെ പണിയുന്നതിന് വേണ്ടിയുള്ള ഒരു ചാൻസ് ആയിരുന്നു. അത് പുള്ളി വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയൊക്കെ ആകുമെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടേ മനസ്സിലാവത്തുള്ളൂ, അല്ലെ ബോധ്യപ്പെടാൻ സാധിക്കത്തുള്ളൂ.